ഇതാണ് കേട്ടോ രേഖ ചേച്ചി. രേഖ ചേച്ചിയാണ് എനിക്ക് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് സാരി ഉടുപ്പിച്ച് തന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് സാരി ഉടുക്കാൻ ഒട്ടും അറിയില്ല ഗൈസ്. അപ്പോൾ സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ നേരെ തറവാട്ടിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേഗം തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അപ്പു ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ വന്നത്. അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി എല്ലാവരും അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ പാപ്പന്മാരുണ്ടായിരുന്നു. ഇത് വീപ്പാപ്പനും എൻ്റെ ഷിബുപ്പാപ്പനാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ സ്ഥലത്തെത്തി. ഇവിടെ കുറച്ചിത് പോകാനേ ഉള്ളൂ, അധികമൊന്നും ദൂരമില്ല. അപ്പം അങ്ങനെ സ്ഥലത്തെത്തി എല്ലാവരും ഇറങ്ങി. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഹാളിലായിരുന്നു കല്യാണമല്ല സോറി എൻഗേജ്മെൻറ്റ്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഹാളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അതാ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് ഓഡിറ്റോറിയം. ഇത് അച്ചുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെ തന്നെയാണ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. നല്ലൊരു ഓഡിറ്റോറിയം ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് ചടങ്ങുകളിലേക്കൊക്കെ ഏകദേശം കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ പുടവ കൊടുക്കണ ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ എൻഗേജ്മെൻറ്റിനാണെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ പുടവ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ഇങ്ങനത്തെ ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്ത് ഓരോരോ ചടങ്ങുകളാണ്. ഇനി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ റിംഗ് എക്സ്ചേഞ്ചിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എന്തോ വിട്ടുപോയിട്ടോ. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇത് അച്ചമ്മയാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശന്ന് ചാവാനായിട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി പോയത് പിന്നെ ഫോട്ടോഷൂട്ടിനായിരുന്നു കേട്ടോ. ഇവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ പുറത്തുനിന്ന് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ടെമ്പിളിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. ഒരു ടെമ്പിളിൻ്റെ അടുത്തുള്ള കുറച്ച് കുറേ സ്റ്റെപ്സൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബായ്.